അല്ല ദേവിക. അപ്പൊ നമ്മള് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാനും ദേവിനദി, എന്റെ ഫ്രണ്ട് ദേവിക്കും. അപ്പൊ ഞാനും ദേവിനദി ഓസിയുടെ കടയിൽ നടന്ന ഒരു അടി നടന്നായിരുന്നു. സ്റ്റാഫായിട്ട് പറഞ്ഞു വിടലോ അങ്ങനെ എന്തോ. അല്ല, സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി ഗോഡൌണിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പറയാം, അല്ലെങ്കിൽ ആ കുട്ടികൾ കടയിൽ ഉണ്ടായിരുന്ന സമയം അത്ര ശരിയല്ലായിരുന്നു, പല കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്റെ ഫ്രണ്ട് പറഞ്ഞത്, നല്ലൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓസിയുടെ കടയിൽ പോയായിരുന്നു. അപ്പോ QR കോഡ് അവർ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന വർക്ക് ആവുന്നില്ല, അവരുടെ പേരിൽ വരാം, അതിന് ചെയ്താൽ മതി. അപ്പൊ ആ കുട്ടി ചോദിച്ചു, അതങ്ങനെ ആണോ എപ്പോഴും ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോഴേ എന്നോട് പറയണം എന്ന് വെച്ചെന്ന് വെച്ചാൽ വിട്ടുപോയി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ ദേവനോട് പറഞ്ഞു, അത് ശരിയല്ലോ ഉണ്ടാക്കുന്ന കോമഡി പോലെ നമുക്ക് നോസിയെ വിളിച്ച് ചോദിച്ചാലും. അങ്ങനെ ദേവതി നോസി ഒരു കാര്യം കൊണ്ട് പറയാം, ഇങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞു, അത് നീ പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. ഓസി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. എല്ലാം സ്റ്റോക്ക് ചെക്ക് ചെയ്തു, കൗണ്ട് തെറ്റുന്നു, എല്ലാം മാറുന്നു. അവിടെ നിന്ന് ചോദിച്ചു വന്നപ്പോ അവർ ആദ്യം 10-15 കള്ളം പറഞ്ഞു നോക്കി. പിന്നെ അവസാനം പിടിക്കപ്പെട്ടു എന്ന് പിടിയില്ല. എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനകത്ത് CID ഉണ്ട്. CID കഴിഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥ, ഇൻവെസ്റ്റിഗേറ്റർ. നമ്മൾ ഒരു ക്രൈംബ്രാഞ്ച് ടീമാണ്. അതിനകത്ത് കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് തപ്പി എടുത്ത് ഇടേണ്ട സമയത്ത് ഇട്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുപോയി ഐക്യമത്യം മഹാബലം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ